ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ന്യൂറോളജി MCQ നോക്കാം. ന്യൂറോ നഴ്സിംഗിൽ നിന്ന് നമുക്ക് എക്സാമിന് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നിംഹാൻസ് എക്സാമിനും അതുപോലെ കേരള PSCയുടെ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ പ്ലീസ് വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് അവർ ചാനൽ. First question, which of the following terms refers to weakness of both the legs and lower parts of the body? Options: quadriplegia, paraplegia, quadriparesis, paraparesis. Correct answer paraparesis ആണ്. Question ഇവിടെ ശ്രദ്ധിക്കണം. വീക്ക്നെസ് ഓഫ് ബോത്ത് ലെഗ്സ് ആൻഡ് ലോവർ പാർട്സ് ഓഫ് ദ ബോഡി എന്നാണ്. വീക്ക്നെസ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കറക്റ്റ് ആൻസർ പാരാപാരസിസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാരാപാരസിസ് occurs when you are partially unable to move your legs. The condition can also refer to weakness in your hips and legs. Paraparesis is different from paraplegia. Paraparesis എന്ന് പറയുമ്പോൾ ഒരു വീക്ക്നെസ് ആണ്. It may be due to any neurological diseases or injury. സാധാരണ പേഷ്യന്റിന് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നടക്കാനൊക്കെ കഴിയുന്നതായിരിക്കും. പിന്നെ സ്ലോലി അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കൊക്കെ വരും. സോ ദാറ്റ് ഈസ് പാരാപാരസിസ്. പാരാപ്ലീജിയ എന്ന് പറഞ്ഞതാണ് ഫുൾ ഓർ പാർഷ്യൽ പാരാലിസിസ് ഓഫ് ദ ലോവർ ഹാഫ് ഓഫ് ദ ബോഡി. പാരാപ്ലീജിയ എന്ന് പറയുമ്പോൾ ഫുൾ പാരാലിസിസ് ആണ്. ഫുൾ ഓർ പാർഷ്യൽ പാരാലിസിസ് ആണ് ലോവർ പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ഹിപ്പ് ഏരിയ മുതൽ താഴോട്ടുള്ള പാരാലിസിസ് ആണ് പാരാപ്ലീജിയ. Quadriplegia, sometimes called tetraplegia, paralysis of both legs, both arms. ഇപ്പൊ രണ്ട് കൈയും കാലും തളർന്നു പോകുന്ന അവസ്ഥയാണ് ക്വാഡ്രിപ്ലീജിയ ഓർ ടെട്രാപ്ലീജിയ. പാരാപ്ലീജിയ എന്ന് പറയുമ്പോൾ രണ്ട് കാലും നമ്മുടെ നട്ടലിന് താഴോട്ട്, നടുവിന് താഴോട്ട് തളർന്നു പോകുന്ന അവസ്ഥയാണ് പാരാപ്ലീജിയ. രണ്ട് കാലും തളർന്നു പോവുകയാണ് പാരാപ്ലീജിയ. പാരാപാരസ് എന്ന് പറയുമ്പോൾ വീക്ക്നെസ് ആണ്. പാരാപ്ലീജിയ എന്ന് പറയുമ്പോൾ ബോത്ത് ലെഗ്സ് partial or full paralysis ആണ്. Quadriplegia or tetraplegia means paralysis of both legs and arms. Quadriparesis is a condition in which you have muscle weakness in all four of your limbs, both legs and both arms. അപ്പൊ രണ്ട് കൈയിലും രണ്ട് കാലിലും മസിൽ വീക്ക്നെസ്, ഒരു വീക്ക്നെസ് ഉണ്ടാകുന്നതാണ് ക്വാഡ്രിപാരസിസ്. പാരാപാരസിസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഓൾസോ കോൾഡ് ടെട്രാപാരസിസ്. പാരാപാരസിനെ നമുക്ക് ടെട്രാപാരസിസ് എന്ന് വിളിക്കാം. This weakness and diminished mobility can be temporary or permanent. ഈ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു തളർച്ച ടെമ്പററി ആകാം അല്ലെങ്കിൽ പെർമനന്റ് ആകാം. ഈ ഒരു 4 പോയിന്റും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is known as the trunk line of nervous system? Ganglia, thalamus, spinal cord, neurons. Correct answer spinal cord. Spinal cord is considered as the trunk line of nervous system. Trunk line അറിയപ്പെടുന്ന spinal cord ആണ്. Ganglia are clusters of nerve cell bodies found throughout the body. They are part of the peripheral nervous system and carry nerve signals to and from the central nervous system. Ganglion എന്ന് പറയുന്നത് clusters of neurons ആണ്. Ganglia are the structures found deep in the cerebral hemispheres. നമ്മുടെ cerebral hemispheresൽ ഡീപ്പ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് ഗാംഗ്ലിയ. ഗാംഗ്ലിയോൺ എന്നുള്ളത് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്, എ ക്ലസ്റ്റർ ഓഫ് ന്യൂറോൺസിനെ നമുക്ക് ഗാംഗ്ലിയോൺ എന്ന് പറയാം. ഗാംഗ്ലിയ ആർ ക്ലസ്റ്റർ അല്ലെങ്കിൽ ഗാംഗ്ലിയോൺ അല്ലെങ്കിൽ ഗാംഗ്ലിയ ആർ ദ ക്ലസ്റ്റർ ഓഫ് നെർവ് സെൽ ബോഡീസ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ ബോഡി. ദേ ആർ പാർട്ട് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഗാംഗ്ലിയ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് and carry nerve signals to and from the central nervous system. The thalamus is often described as a relay station. Relay station ആണ് thalamus ആണ്. This is because almost all sensory information with the exception of smell ഒഴികെയുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊസീഡ് ചെയ്യുന്നത് thalamus വഴിയാണ്. സ്മെല്ല് എവിടെയാണ്? olfactory cortex is the portion of the cerebral cortex concerned with the sense of smell. It is part of the cerebrum. Olfactory cortex എന്നുള്ള cerebral cortexന്റെ ഒരു പോർഷൻ ഉണ്ട്. olfactory cortex cerebral cortexന്റെ ഒരു പാർട്ടാണ്, സെറിബ്രത്തിലുള്ള ഒരു പാർട്ടാണ്. അതാണ്, olfactory cortex ആണ് സ്മെല്ല് സെൻസ് ചെയ്യുന്നത്.
that proceeds to the cortex first stops in the thalamus before being sent on to its destination. അപ്പോൾ മറ്റുള്ള സെൻസുകളെ സ്മെൽ ഒഴിച്ചുള്ള എല്ലാ സെൻസുകളും അവിടെ തലാമസിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പിന്നീട് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പേസസ് ബിറ്റ്വീൻ സ്ക്വാൻ സെൽസ് ഓഫ് ന്യൂറോൺസ് ഓർ കോൾഡ് ഓപ്ഷൻസ് നോഡ്സ് ഓഫ് റൺവീർ, വെൻട്രിക്കിൾസ്, സിനാപ്സ്, നിസിൽ ബോഡീസ്. Correct answer, nodes of Ranvier. Spaces between squamous cells of neurons are called nodes of Ranvier. നമുക്കൊരു പിക്ചറിന്റെ സഹായത്തോടെ നോക്കാം. ഈ പിക്ചർ നോക്കുക. ഇത് ന്യൂറോൺസിന്റെ പിക്ചറാണ്, ഒരു ന്യൂറോണിന്റെ പിക്ചറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ന്യൂറോൺ ഹാസ് മെയിൻലി ത്രീ പാർട്സ് കൊണ്ടാണ് ന്യൂറോൺ ഉള്ളത്. അത് ഡെൻഡ്രൈറ്റ്സ് ഒരു പാർട്ടാണ്, അതുപോലെ ആക്സോൺ ഒരു വലിയ പാർട്ടാണ്, അതുപോലെ സെൽ ബോഡി ഇവിടെ നിങ്ങൾക്ക് അറിയാം. ഈ 3 പാർട്ടും കൂടെ കൂടിയതാണ് ഡെൻഡ്രൈറ്റ്, ആക്സോൺ, സെൽ ബോഡി. ഈ 3 പാർട്ടും കൂടെ ചേർന്നതാണ് മെയിൻ ആയിട്ടുള്ള ന്യൂറോൺ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ അറിയാം നോഡ്സ് ഓഫ് റൺവീർ. ഈ ഒരു ഇവിടെ ഒരു വിടവ് കാണുന്നുണ്ട്, ഇതാണ് നോഡ്സ് ഓഫ് റൺവീർ. അപ്പോൾ ഒരു ഹ്യൂമൻ ബ്രെയിനിൽ 86 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ബ്രെയിൻ, നെഫ്രോൺസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. അപ്പൊ 86 ബില്യൺ ന്യൂറോൺസ് ഒരു മനുഷ്യന്റെ ബ്രെയിനിലുണ്ട്. ന്യൂറോൺ ട്രാൻസ്മിറ്റ് സിഗ്നൽ ഫ്രം വൺ സെൽസ് ടു ദ അനദർ സെൽസ് ഓർ മസിൽസ് ഓർ ഗ്ലാൻഡ് സെൽസ്. ഒരു സെല്ലിൽ നിന്നുള്ള ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മറ്റുള്ള സെല്ലുകളിലേക്കോ മസിലുകളിലേക്കോ ഗ്ലാൻഡിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, സിഗ്നൽ പാസ് ചെയ്യുന്നത് ന്യൂറോൺസ് ആണ്. ഇപ്പൊ സെൽ ബോഡി ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഈ സെൽ ബോഡിയാണ് ന്യൂറോൺസിന് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്, ഒരു ഷേപ്പ് കൊടുക്കുന്നത് സെൽ ബോഡിയാണ്. അതുപോലെ സെൽ ബോഡിയാണ് ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ന്യൂറോൺസിലുള്ളത് ഇല്ലാത്ത ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാം. 4 ഓപ്ഷൻ തന്നിട്ട് ന്യൂറോൺ ഘടനയിൽ ഇല്ലാത്തത് ഏതാണെന്ന് ചോദ്യം വരാം. സെൽ ബോഡി, ആക്സോൺ, ഡെൻഡ്രൈറ്റ്, ഇത് 3ഉം മെയിൻ പാർട്ടാണ്. അപ്പൊ അതിന്റെ കൂടെയുള്ള പാർട്ടുകൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൈറ്റോകോൺട്രിയോൺ, ന്യൂക്ലിയസ്, മൈലിൻ ഷീത്ത് ഇവിടെ ഉണ്ട്. നോഡ്സ് ഓഫ് റൺവീർ, സ്ക്വാൻ സെൽസ് ഉണ്ട്. സ്ക്വാൻ സെൽസിന്റെ ഇടയിലുള്ള ആ ഒരു സ്ഥലമാണ്, ആ ഒരു ചെറിയ വിടവുണ്ട്, അതാണ് നോഡ്സ് ഓഫ് റൺവീർ. സിനാപ്സ് ഉണ്ട്, ആക്സോൺ ടെർമിനൽസ്. ഇത് നിങ്ങളുടെ ഒരു മനസ്സിൽ ഈ പിക്ചർ ഉണ്ടാകണം. നോഡ് ഓഫ് റൺവീർ, ദാറ്റ് ഈസ് എ പീരിയോഡിക് ഗ്യാപ്പ് ഇൻ ദ ഇൻസുലേറ്റിംഗ് ഷീത്ത് മൈലിൻ ഓൺ ദ ആക്സോൺ. Node of Ranvier allows the generation of a fast electrical impulse along the axon. Squamous cells are the main glial cells of the peripheral nervous system. Peripheral nervous system main glial cells ഏതെന്ന് ചോദിച്ചാൽ സ്ക്വാൻ സെൽസ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ മെയിൻ ഗ്ലയൽ സെൽസ് എന്ന് ചോദിച്ചാൽ സ്ക്വാൻ സെൽസ് ആണ്. which wrap around the axon of motor and sensory neurons to form the myelin sheath. Next question, during the first 24 hours after thrombolytic treatment for an ischemic stroke, the primary goal is to control the client's options: pulse, respiration, blood pressure, temperature. Correct answer, blood pressure ആണ്. ഇപ്പം ത്രോംബോലൈറ്റിക് തെറാപ്പി കൊടുത്തിട്ടുള്ള ഫസ്റ്റ് 24 അവേഴ്സ് നമുക്ക് പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ബ്ലഡ് ക്ലോട്ട് ഉള്ളത് കൊണ്ടാണ്. ആ ബ്ലഡ് ക്ലോട്ടിനെ അടിയിച്ച് കളയുന്ന മെഡിസിൻസ് ആണ് ത്രോംബോലൈറ്റിക് മെഡിസിൻ. ത്രോംബോലൈസിസ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ബ്ലഡ് ക്ലോട്ട് അവിടെ കുറഞ്ഞു വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. Next question, what is the classical sign of autonomic dysreflexia? Options: hypertension and tachycardia, hypertension and bradycardia, hypotension and tachycardia, hypotension and bradycardia. Correct answer, hypertension and bradycardia. അപ്പോൾ ഓട്ടോണോമിക് ഡിസ്റെഫ്ലക്സിയ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് പ്രധാനമായിട്ടും ഹൈപ്പർ ടെൻഷനും ബ്രാഡിക്കാർഡിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ സാധാരണ ഈ ഒരു കണ്ടീഷൻ, ഓട്ടോണോമിക് ഡിസ്റെഫ്ലക്സിയ എന്നുള്ള കണ്ടീഷൻ ഒരു എമർജൻസി കണ്ടീഷനാണ്. ഇറ്റ് മേ ബി ഡ്യൂ ടു എനി ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി, T6 താഴെയുള്ള T6 മുകളിലുള്ള ഭാഗത്തുള്ള ഇഞ്ചുറിയാണ് ഓട്ടോണോമിക് ഡിസിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പൊ സിവിയർ ഹൈപ്പർ ടെൻഷനും
ബ്രാഡിക്കാർഡിയ ഉണ്ടാകുന്നു. അതുപോലെ പൗണ്ടിങ് ഹെഡേക്ക്, പൾസേറ്റിംഗ് ഹെഡേക്ക്, ഇങ്ങനെ പൾസ് പോലെ ഹെഡേക്ക് വരുന്നു, അല്ലെങ്കിൽ ത്രോബിംഗ് ഹെഡേക്ക് എന്നൊക്കെ പറയും. അപ്പൊ അതും ഓട്ടോണോമിക് ഡിസ്ട്രോഫക്സിയെ കാണുന്നതാണ്. ഏതാണ്? പൗണ്ടിങ് ഹെഡേക്ക്. പിന്നെ ആ ഒരു ഇഞ്ചുറിയുടെ മുകളിലായിട്ട് വാംത് ഫീലിംഗ്, ഒരു ഫ്ലഷ് ഫീലിംഗ് ഉണ്ടാവും, ഫ്ലഷ്ഡ് ഫേസ്, ഫ്ലഷ് ഫീലിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ റെഡ് ബ്ലോക്സ്, റെഡ് കളറായിട്ടുള്ള ഏരിയ കാണും, ഫ്ലഷ്ഡ്, ഒരു വാംത്, ആ ഒരു ചൂടായിരിക്കും, ആ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ മുകളിലായിട്ടുള്ള ഒരു ചെറിയ ചൂട് ഫീൽ ചെയ്യും. അതാണ് ഫ്ലഷ്ഡ് ഫേസ്, അല്ലെങ്കിൽ ഫ്ലഷ്ഡ് സ്കിൻ എന്ന് പറയും. ആൻഡ് നോസിയ, കോൾഡ് സ്കിൻ, കോൾഡ് ക്ലാമി സ്കിൻ ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഓട്ടോണോമിക് ഡിസ്ട്രഫ്ലെക്സിയ is a syndrome in which there is a sudden onset of excessively high blood pressure. It is more common in people with spinal cord injuries that involve the thoracic nerve of the spine or above T6 or above. അപ്പൊ ഈ ഒരു ഇഞ്ചുറി, ഈ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി T6 മുകളിലായിട്ട്, thoracic സ്പൈനൽ കോഡിന് മുകളിലായിട്ട് T6, ഞാനൊരു ഓർത്ത് വെക്കുക, ഈ ഒരു T6 എന്നുള്ളത് ഓർത്ത് വെക്കുക, ആ ഒരു ഭാഗത്തിന് മുകളിലായിട്ടുള്ള ഇഞ്ചുറി, ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ് T6 അതിന് മുകളിലായിട്ടുള്ള സ്പൈനൽ കോഡിന്റെ ഭാഗത്ത് വരുന്ന ഇഞ്ചുറി നമുക്ക് ഓട്ടോണോമിക് ഡിസ്ട്രോഫക്സി എന്നുള്ള കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. Next question, which of the following will not be observed in a client with right hemispheric stroke? Options: impulse control difficulty, loss of depth perception, right hemiplegia, lack of awareness. So brain is divided into two, right hemisphere and left hemisphere. അപ്പോൾ right hemispheric strokeൽ ഒബ്സർവ് ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ റൈറ്റ് ഹെമിപ്ലീജിയ. സോ റൈറ്റ് ഹെമിസ്ഫെറിക് സ്ട്രോക്ക് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ലെഫ്റ്റ് ഹെമിപ്ലീജിയ ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് ആയിരിക്കും വീക്ക്നെസ് വരുന്നത്. റൈറ്റ് ഹെമിപ്ലീജിയ ഉണ്ടാകണമെങ്കിൽ ദർ വിൽ ബി ലെഫ്റ്റ് ഹെമിസ്ഫെറിക് സ്ട്രോക്ക് പേഷ്യന്റിന് ഉണ്ടാകണം. സോ അതാണ് ഡിഫറൻസ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Next question, a patient was brought to the emergency department after a head injury. The nurse noticed that there is a clear drainage from the nose. Which of the following test is useful and most reliable to determine if the drainage is CSF? Options: pH test, test for beta-2 transferrin, test for glucose, test for chlorides. Correct answer, test for beta-2 transferrin. So beta-2 transferrin എന്നുള്ളൊരു പ്രോട്ടീൻ ആണ്. CSF ധാരാളം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ സാധാരണയായിട്ട് ഗ്ലൂക്കോസ് ഓക്സിഡൈസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. CSF ധാരാളം ഗ്ലൂക്കോസ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഗ്ലൂക്കോസ് CSF ഗ്ലൂക്കോസ് ധാരാളം അടങ്ങിയിട്ടുള്ളത്, അതിന്റെ അളവ് നോക്കിയിട്ട് അത് CSF ആണെന്ന് അറിയാൻ സാധിക്കും. പക്ഷെ പേഷ്യന്റിന് റൈനോറിയ, എന്തെങ്കിലും ഒരു നേസൽ ഫ്ലൂയിഡ് പാസേജ് ഉണ്ടെങ്കിൽ, മ്യൂക്കസ് ഫ്ലൂയിഡ് നന്നായിട്ട് പോകുന്നുണ്ട് ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് മിക്സ് ആയിട്ട് പേഷ്യന്റിന് കറക്റ്റ് ആയിട്ടുള്ള CSF അളവ്, ആ ഗ്ലൂക്കോസിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ബീറ്റ-2 ട്രാൻസ്ഫറിന് CSF മാത്രമുള്ള ഒരു പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ പെരിലിംഫിലും അക്വസ് ഫ്ലൂയിഡിലും മാത്രമാണ് ബീറ്റ-2 ട്രാൻസ്ഫറിനുള്ളത്. ബീറ്റ-2 ട്രാൻസ്ഫറിനുള്ളത് CSF-ലും പെരിലിംഫ് എന്ന് പറയുന്നത് ഇന്നർ ഇയറിലുള്ള ഫ്ലൂയിഡ് ആണ്. ആ ഒരു ഫ്ലൂയിഡിലും അതുപോലെ അക്വസ് ഫ്ലൂയിഡ്, നമ്മുടെ കണ്ണിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ് അക്വസ് ഫ്ലൂയിഡ്. ഈ ഒരു 3 ഫ്ലൂയിഡിലുമാണ് ബീറ്റ-2 ട്രാൻസ്ഫറിനുള്ളത്. Beta-2 transferrin, that is a protein in CSF and not in nasal discharge. Its presence is specific and sensitive test. ഇത് nasal dischargeൽ ഉണ്ടാകില്ല. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ടെസ്റ്റ് ഫോർ beta-2 transferrin. Next question, the most common complication of tuberculous meningitis is options: encephalitis, subdural lymphoma, hydrocephalus, brain abscess. Correct answer, hydrocephalus. Hydrocephalus is the most common complication of tuberculous meningitis. So 85% of the children
having hydrocephalus. ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസ് അഫക്ട് ചെയ്തിട്ടുള്ള 85% കുട്ടികൾക്കും ഹൈഡ്രോകെഫാലസിന്റെ പ്രോബ്ലം ഉണ്ട്. ഹൈഡ്രോകെഫാലസ് ഈസ് വൺ ഓഫ് ദ കോമണസ്റ്റ് കോംപ്ലിക്കേഷൻ ഓഫ് ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസ് occurring in up to 85% of the children. Hydrocephalus is the accumulation of cerebrospinal fluid. Next question, the damage to which of the following leads to Guillain-Barré syndrome? Options: brain parenchyma, peripheral nervous system, spinal cord, thyroid gland. Correct answer, peripheral nervous system. So Guillain-Barré syndrome peripheral nervous system affect ചെയ്യുന്നത്. Guillain-Barré syndrome may be triggered by most commonly infection with Campylobacter, a type of bacteria often found in undercooked poultry. Campylobacter എന്നുള്ളൊരു ബാക്ടീരിയ ഉണ്ട്. Campylobacter അത് സാധാരണ അണ്ടർകുക്ക്ഡ് ആയിട്ടുള്ള കോഴി അതുപോലെ താറാവ് തുടങ്ങിയവയുടെ ഇറച്ചി മാംസത്തിൽ നിന്നും Campylobacter എന്നുള്ളൊരു ബാക്ടീരിയ വരുന്നുണ്ട്. അതുപോലെ സൈറ്റോമെഗലോ വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ്, ഇത്രയും വൈറസും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഗിലൻ-ബാരി സിൻഡ്രോത്തിന് കാരണമാകുന്നു. GBS ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റീസിലാണ് നംബിനെസ്സും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാകുന്നത്. അത് സ്ലോലി നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യന്റിന് എമർജൻസി മാനേജ്മെന്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ തന്നെയാണിത്. ഇപ്പൊ കാംഫൈലോബാക്ടറും അതുപോലെ സൈറ്റോമെഗലോ വൈറസും എപ്സ്റ്റീൻ വൈറസും, ഈ 3 വൈറസിന്റെ പേരും മറക്കരുത്. Next question, earliest symptom of multiple sclerosis is options: ptosis, diplopia, pill rolling movement, dementia. Correct answer, diplopia. Diplopia is the earliest symptom of multiple sclerosis. Diplopia എന്ന് പറയുമ്പോൾ ഡബിൾ വിഷൻ ആണ്. ഡബിൾ വിഷൻ, damage to nerve pathways that control eye movements are damaged in multiple sclerosis. അപ്പൊ നെർവ് പാത്വേ, ഐ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ് പാത്വേയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസില്. ടോസിസ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൂപ്പിംഗ് ഓഫ് ദ 1 or 2 ഐലിഡ്, ഒരു ഐലിഡോ അല്ലെങ്കിൽ 2 ഐലിഡിനെയോ ഡ്രൂപ്പിംഗ് എന്നുള്ള അവസ്ഥ വരുന്നതാണ് ടോസിസ്. ഡെവലപ്പിംഗ് 1 or both eyelids. ടോസിസ് മയാസ്തേനിക് ഗ്രാവിസിന്റെ ഒരു ഇയർലിയസ്റ്റ് സിംറ്റം ആണ്. ഡിപ്ലോപ്പിയ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണെങ്കിൽ മയാസ്തേനിക് ഗ്രാവിസിന്റെ ഇയർലി സിംറ്റം ആണ് ടോസിസ്. പിൽ റോളിംഗ് മൂവ്മെന്റ് അല്ലെങ്കിൽ പിൽ റോളിംഗ് ട്രെമർ എന്ന് പറയും. ഈ ഒരു മൂവ്മെന്റ് കാണുന്നത് പാർക്കിൻസൺസ് ഡിസീസിലാണ്. സാധാരണയായിട്ട് നമ്മുടെ പെരുവിരലും മറ്റുള്ള ഏതെങ്കിലും ഈ ചൂണ്ടുവിരലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പില്ല് ഇങ്ങനെ കറക്കുന്ന പോലെ നമുക്ക് തോന്നും. പേഷ്യന്റ് ഇങ്ങനെ ഒരു പാർക്കിൻസൺസ് ഡിസീസിലാണ് കാണുന്നത്. മോസ്റ്റ് കോമൺ ഡെമെൻഷ്യ എന്ന് പറയുന്നത് അൽഷിമേഴ്സ് ഡെമെൻഷ്യ ആണ്. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്.